നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ പ്രമാണിമാർക്ക് എന്ത് വൃത്തികേടും ചെയ്യാം. അവർ നമ്മുടെ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കണമെന്ന് മാത്രം. പരമ്പരാഗത മാധ്യമങ്ങളായ ചാനലുകളും പത്രങ്ങളും മാത്രമല്ല, ഇപ്പോഴത്തെ ഡിജിറ്റൽ മാധ്യമങ്ങളും പരസ്യം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരം വൃത്തികെട്ടവന്മാരെ സംരക്ഷിക്കും. വലിയ ബ്രാൻഡുകൾ എന്ത് തോന്നിവാസം ചെയ്താലും ആരും വാർത്തയാക്കില്ല. കാരണം അവർ കൈക്കൂലി എന്ന നിലയിലാണ് ഈ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നത്. കൂടാതെ ഇവരുടെ മഹത്വത്തെക്കുറിച്ചും സേവന തൽപരതയെക്കുറിച്ചുമുള്ള റീൽസുകൾ സോഷ്യൽ മീഡിയയിൽ ഇറക്കി വൈറലാക്കാനും ഇവർക്കറിയാം. അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് മറുനാടനെ പോലെ എന്തു നഷ്ടം സഹിച്ചാലും സത്യം മാത്രം പറയണം എന്ന് വിശ്വസിക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമാണ്. മറുനാടൻ അൽ മുക്താദിർ ജുവലറിക്കെതിരെ അവർ നടത്തുന്ന കൊള്ളയ്ക്കെതിരെ വാർത്ത എഴുതിയപ്പോഴും ചിലർ വർഗീയമായി അതിനെ കാണുകയും അത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. മുസ്ലിം വിരോധത്തിൻ്റെ ഭാഗമാണെന്ന് ഇക്കൂട്ടർ പറയുമ്പോൾ മറന്നുപോകുന്നത് അൽ മുക്താദിറിൻ്റെ ഇരകളിൽ മഹാഭൂരിപക്ഷവും പാവപ്പെട്ട മുസ്ലിമുകളാണ് എന്നതാണ്. ഇസ്ലാം നിരോധിച്ചിരിക്കുന്ന പലിശ കച്ചവടത്തിനും നിക്ഷേപ തട്ടിപ്പിനുമാണ് മൻസൂർ എന്ന തട്ടിപ്പുകാരൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത് എന്ന് മറക്കരുത്. ആ തട്ടിപ്പുകാരൻ ഇപ്പോഴും കാണാമറയത്താണ്. അയാൾ ഏപ്രിൽ 1-ാം തീയതി മുതൽ അൽ മുക്താദിർ വീണ്ടും തുടങ്ങുന്നു. നിക്ഷേപകർക്കെല്ലാം പണം തിരിച്ചു കൊടുക്കും, സ്വർണം വാഗ്ദാനം ചെയ്തവർക്ക് സ്വർണം കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പച്ചക്കള്ളമാണെന്നും ഒന്നും സംഭവിച്ചില്ലെന്നും ജനത്തെ വെറുതെ ഏപ്രിൽ ഫുൾ ആക്കുകയാണെന്നും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. ആ തട്ടിപ്പിന് വേണ്ടി അയാൾ അൽ മുക്താദിറിലേക്ക് പുതിയ നിക്ഷേപകരെ ഉടമസ്ഥരാവാൻ പാർട്ട്നേഴ്സാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പണിക്കൂലിയില്ലാത്ത സ്വർണം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഈ അൽ മുക്താദിറിലേക്ക് പണമിട്ട പാവപ്പെട്ട മനുഷ്യർ അവരുടെ വിവാഹം മുടങ്ങി ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കാർക്കും മൻസൂർ എന്ന തട്ടിപ്പ് മുതലാളിയുമായി ഒരു ബന്ധവുമില്ല. മൻസൂറിനെ വിശ്വസിച്ച് ഈ തട്ടിപ്പിലേക്ക് ആളെ ചേർത്തവരാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നത്. അനേകം പേർ വിവാഹം മുടങ്ങി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നു. അവരുടെ വല്ലാത്ത വിലാപകാവ്യങ്ങൾ നീതിബോധമുള്ള മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്നു. എന്നാൽ ഇപ്പോഴും അവരിൽ പലർക്കും ഭയമാണ് കേസ് കൊടുക്കാൻ. അവരുടെ പണം തിരിച്ചു കിട്ടില്ല, അൽ മുക്താദിർ എന്നത് തട്ടിപ്പാണ് എന്ന് ഇപ്പോഴും തിരിച്ചറിയാത്ത പലരുമുണ്ട്. വിവാഹം മുടങ്ങുന്നവർ മാത്രമാണ് ഈ വേദന തിരിച്ചറിയുന്നത്. ഇന്നലെ, അതായത് 13-ാം തീയതി, തൻ്റെ മകളുടെ വിവാഹം നടത്തേണ്ട ഒരു ഉമ്മയുടെ ദയനീയ വിലാപമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് കാണിക്കുന്നത്. ഉമ്മ ആദ്യം വികാരഭരിതയായി ഈ തട്ടിപ്പിലേക്ക് തന്നെ ചേർത്തയാളോട് തൻ്റെ ദയനീയ കഥ പറയുന്നു. ഹലോ സഫറെ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സഫറെ? ഞങ്ങളോട് റാഷിദ് ഇന്ന് തരാം, ഞങ്ങളോട് പോയിക്ക് എന്തെല്ലാം പറഞ്ഞാണ് ഞങ്ങളെ ഇന്നലെ രാത്രി ആ കടയിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് അറിയാലോ അല്ലേ? ബായി ഞങ്ങളോട് ഇങ്ങനെയൊന്നും കാണിക്കുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞങ്ങൾ എത്ര ലക്ഷം രൂപ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്റെ മോളുടെ കല്യാണം 13-ാം തീയതിയാണ് കേട്ടോ. നിങ്ങൾ ഇതിനൊരു തീരുമാനം കണ്ടെത്തിയില്ല, ഞങ്ങൾ അവിടെ വന്നിരുന്ന ആത്മഹത്യ ചെയ്യും, അല്ലാതെ ഒന്നുമില്ല. നിങ്ങളുടെ എല്ലാം പേരെഴുതി വെച്ച് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അതിന് മാത്രം വിഷമിക്കുന്നത്. ഞാനും എന്റെ ഭർത്താവ് എന്തുമാത്രം ഞങ്ങൾ ചെയ്ത പൈസ ആണെന്നറിയാം. ഞങ്ങൾ വീട് വരെ പണയം കൊടുത്തിട്ടുള്ള പൈസയാണ് സഫറെ, അറിയാമോ നിങ്ങൾക്ക് ഇതൊക്കെ? ഞങ്ങളുടെ മോളുടെ കല്യാണം 13-ാം തീയതി ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ലോകത്തെ എല്ലാ ആൾക്കാരെയും വിളിച്ച് 10-ാം തീയതി തരാന്ന്, ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ 10-ാം തീയതി തരാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ആകെപ്പാട് ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല എന്റെ മോളുടെ നിക്കാഹ് നിർത്താൻ, ഒരു നിവർത്തിയില്ല. അതുകൊണ്ട് സഫറെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്ത് എന്താ നിങ്ങളെ ഭായിയോട് പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങളൊന്ന് നല്ല രീതിയിലാക്കി തന്നേ പറ്റത്തുള്ളൂ സഫറെ. ഞങ്ങൾ അതിന് മാത്രം വിഷമിക്കുന്നു. ഞങ്ങൾ അതിന് മാത്രം വിഷമിച്ച് ഞങ്ങൾ ഇല്ലാതായി തീരും, ഉരുകി ഇല്ലാതായി തീരുകയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പള്ളിച്ചീട്ട് അയച്ച്, ഞങ്ങൾ എന്റെ ഭർത്താവിന്റെ ഓപ്പറേഷത്തിന്റെ ചീട്ട് വരെ അയച്ച്, എല്ലാം ഞങ്ങൾ കാണിക്കാതെ പരമാവധി എല്ലാ തെളിവും കാണിച്ച് ഇനിയും വിശ്വസിച്ചില്ല ഞങ്ങളുടെ കാര്യത്തിൽ എന്തോ സഫറെ. ഞങ്ങൾക്കൊന്നും മുന്നോട്ട് പോകാൻ ഒരു നിവർത്തിയില്ല. എന്റെ മോളുടെ കല്യാണം നടത്താൻ ഞങ്ങളോട് പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഒരു വർഷമായി ഞങ്ങൾ പൈസ ഇട്ടിട്ട് 15 ലക്ഷം രൂപ കൊണ്ടിട്ട് ഈ മാസം 6-ാം തീയതി ഞങ്ങൾ ഒരു വർഷമായി ഞങ്ങൾക്ക് 1 രൂപ പോലും ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ സ്വർണ്ണം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് ആത്മഹത്യ ചെയ്യും. ബായി ഉത്തരം പറയേണ്ടി വരും. ബായി ഇത്രയും മനസാക്ഷി ഇല്ലാത്തവനാകരുത് കേട്ടോ ബായി. എന്താന്ന് വെച്ചാല് ബായിയുടെ മോളോടാണ് എന്നോട് ഇന്നലെ പറഞ്ഞ ഭാഷ. ബായിയുടെ മക്കളുടെ കല്യാണമാണ് ബായി അങ്ങനെ സംസാരിക്കുവോ? ബായി ഇത്രയും ദുഷ്ടനായി സംസാരിക്കരുതെന്ന് പറയാം. ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ അങ്ങേര് നന്നായത്? അങ്ങടൊക്കെ പൈസ അവിടെ അരച്ച പൈസ കൊണ്ടല്ലേ അങ്ങേര് ഇത്രയും രക്ഷപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, അല്ലാതൊന്നും അല്ലല്ലോ. ലോകത്തുള്ളവരെ എല്ലാവരും കൈനീട്ടി വാങ്ങിച്ചിട്ട് എനിക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ, സംസാരിക്കാൻ നാണമില്ല ഇങ്ങേർക്ക്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസ കിട്ടിയേ പറ്റുക. ഞങ്ങൾക്ക് സ്വർണ്ണമായിട്ട് വേണ്ട, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇന്നത്തെ വില അനുസരിച്ച് ഞങ്ങളുടെ സ്വർണം ബെനിഫിറ്റ് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഞങ്ങൾ അത്രയും കടം വാങ്ങിച്ചാണ് ഞങ്ങൾ അടച്ചിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ കയ്യിൽ 1 ഗ്രാം സ്വർണ്ണം ഞങ്ങളുടെ കയ്യിലില്ല.
എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തില്ല. നിങ്ങളെ ബായി എന്താന്ന് വെച്ചാൽ അറിയിക്കുക. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ആ കടയുടെ മുമ്പിൽ വന്ന് ആത്മഹത്യ ചെയ്യുക. അത്രേ ഉള്ളൂ ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. വേറെ ഒന്നും ഞങ്ങൾ ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. ബായിക്ക് അതൊരു നിസ്സാരമായിരിക്കും, അങ്ങേർക്ക് എല്ലാം നിസ്സാരമായിരിക്കും. അള്ളാഹു കൊടുത്തോളൂ അങ്ങേർക്ക്. അള്ളാഹുവിന്റെ നാമങ്ങളും പറഞ്ഞ് ഞങ്ങൾക്ക് കാണിച്ച് സാധിച്ച് ലോകമായ ജനതകളുടെ ഇല്ലാതെ നിന്ന് വാങ്ങിച്ചിരുന്ന അങ്ങേർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ഇതിനേക്കാളും വലുതായിരിക്കും കേട്ടാ. ഞങ്ങൾക്ക് എത്രയും ഞങ്ങൾക്ക് സ്വർണം കിട്ടിയേ പറ്റത്തുള്ളൂ. കോൾ എടുക്കാത്തപ്പോഴുണ്ടായ ഒരു ആശങ്കയും വേദനയും ഉണ്ട്. ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആത്മഹത്യയും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ആ വീട്ടമ്മയുടെ ശബ്ദരേഖ. ഫാറൂഖ് കോൾ എടുക്കാത്ത എന്താ ഫാറൂഖ്? ഫാറൂഖിനെല്ലാം അറിയാലോ അല്ലേ? നിങ്ങളുടെ ഭായി പറഞ്ഞ മറുപടിയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ടാണ് നീ ഫോൺ എടുക്കാത്തെന്ന് എനിക്കറിയാം. നല്ല മര്യാദയാണ് കാണിക്കുന്നത് കേട്ടാ. നീ 150 പ്രാവശ്യം വിളിച്ചാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് വാങ്ങിച്ചെടുത്ത കേട്ടോ. അത് ഓർമ്മ വേണം കേട്ടാ. സ്വസ്ഥതയില്ലാതെ വിളിച്ചു ഇത്ത അതുണ്ട് ബെനിഫിറ്റ് ഉണ്ട് ആനയുണ്ട് കുതിരയുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ച് മനുഷ്യൻ ഇതാക്കിയിട്ടേ. ഇപ്പൊ അങ്ങേര് പറഞ്ഞേ ഞങ്ങളുടെ മോളുടെ കല്യാണം ഫോൺ ഡേറ്റ് മാറ്റി വെക്കുന്നു. അങ്ങേരെ ആര് എന്റെ മോളുടെ കല്യാണം മാറ്റി വെക്കാൻ പറ. അങ്ങേരെ ആര്? ഈ പന്നക്കാലെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങള് ഉറപ്പിച്ച കല്യാണം ഞങ്ങൾക്കറിയാം നടത്താൻ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത പൈസയുടെ ബെനിഫിറ്റ് ഉൾപ്പെടെ ഞങ്ങൾ സ്വർണ്ണം ഉപയോഗിച്ചല്ല. ഞങ്ങൾ വെറുതെ അല്ല നിങ്ങളുടെയൊക്കെ തെണ്ടാമെന്നതല്ല. നിങ്ങളുടെയൊക്കെ തെണ്ടാമെന്നതല്ല ഞങ്ങള് കേട്ടാ. ഞങ്ങൾ തെണ്ടാനായിട്ട് വന്നില്ല. ഞങ്ങൾ അന്തസ്സായിട്ട് തന്ന പൈസയുടെ ബെനിഫിറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് സ്വർണ്ണം തരാൻ ചോദിച്ചാൽ അല്ലാതെ വേറെ ഒന്നുമില്ല. ഫാറൂഖ് ഫോൺ എടുക്കാതിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടാ ഫാറൂഖ്. നിന്റെ പേരിൽ ഞങ്ങൾ നിന്റെ പേരിലായിരിക്കും ആദ്യം ഞങ്ങൾ കേസ് കൊടുക്കാൻ പോണത്. നിന്റെ ഷബാബിന്റെ പേരിൽ കേട്ടാ. ഓർമ്മ വേണം നിങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കുമ്പോൾ സാമാന്യമായിട്ട് ഇന്നും അച്ചടക്കം പറഞ്ഞു. ഫാറൂഖ് ഒന്ന് ഒരുത്തനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ പിന്നെ ഷബാബ സ്വർണം തന്നേനെന്ന്. നീ ഒരാൾ കാരണമാണ് ഞങ്ങൾക്ക് സ്വർണം കിട്ടാത്തതെന്ന് കേട്ടാ. ഞങ്ങൾ ചെയ്യുന്നതിന് എന്താണ് നിന്റെ പേരേജ് ആദ്യം വെച്ചിട്ട് ഞങ്ങൾ ആകത്തുള്ളൂ. അത്രേ ഉള്ളു കാര്യം. എന്റെ മോളുടെ കല്യാണമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ആളില്ലാതെ വീട്ടിൽ കല്യാണം കൂടാൻ വന്നവരൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാ. വെറുതെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നവരാ ഞങ്ങള്. അന്നേരം പറഞ്ഞ കല്യാണം മാറ്റി വെക്കുന്നു. നിന്റെ മുതലാളി പറയുക അങ്ങേര് ആരാണ് ഞങ്ങളോട് കല്യാണം മാറ്റി വെക്കാൻ പറയണ്ടത്? നീ ഫോൺ എടുക്കാതിട്ട് വിളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ പൊക്കിക്കൊണ്ട് വരും. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇതിന്റെ ഇടയിൽ തിരിച്ചു വിളിക്കുന്നു. അപ്പോഴത്തെ ആശ്വാസത്തിന്റെ കണ്ണുനീർ ഇങ്ങനെയാണ്. ഓക്കെ മോനെ, നിങ്ങളൊരു ആശ്വാസ വാക്ക് പറയുമ്പോ തന്നെ എന്തൊരു ആശ്വാസം അതിന് ഞങ്ങൾക്ക് കിട്ടുന്നതെന്നറിയാമോ? അത്രയും മതി. ഞങ്ങൾ അതിന് മാത്രം വേദനിക്കുന്നുണ്ട്. നിങ്ങൾ പറയുമ്പോ തന്നെ ഒരു ആശ്വാസം. നിങ്ങൾ ഫോൺ എടുക്കുമ്പോ അതിലും വലിയൊരു ആശ്വാസം. ഞങ്ങൾ എല്ലാം ഫോൺ എടുക്കാതെ എല്ലാം പറയുമ്പോഴേ ഞങ്ങൾ ആകെപ്പാട് തകർന്നു പോകുന്ന പോലെ. എനിക്കറിയാം നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നമ്മുടെ ഭാഗ്യക്കുറവായിരിക്കും. അല്ലാതെ എന്ത് പറയാനായിരിക്കും? ഞങ്ങൾ അതിന് മാത്രം വേദനിക്കുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഒന്ന് പറയാനൊരു ഓപ്ഷൻ ഇല്ല. അതാണ് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രമിച്ച് ഞങ്ങളുടെ സ്വർണ്ണം തന്നാ മതിയായിരുന്നു മോനെ. പക്ഷെ അതൊക്കെ വെറും താൽക്കാലികമായിരുന്നു. 13-ാം തീയതി കല്യാണത്തിന് നടക്കില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഞെട്ടിവിറച്ചുകൊണ്ട് പറയുന്ന ഓഡിയോ. അല്ല, എനിക്കപ്പ 13-ാം തീയതി കൊച്ചിന്റെ കല്യാണമാണ്. എന്തെന്നാണ് ഈ പറയണ? ഏതൊക്കെ വേണോന്ന് ഓർഡർ തരാൻ പറഞ്ഞില്ലേ അന്ന്? ഞാൻ പിന്നെയും പറഞ്ഞതല്ലേ. വെറുതെ ഞാൻ കടറ മുമ്പിലൊന്ന് തൂങ്ങിച്ചാകേണ്ട അവസ്ഥയാക്കല്ലേട്ടെന്നാ. 5 പൈസ കയ്യിലില്ലാതെ വന്നേക്കണ. ആകെ ഉള്ളതാണ് കൊച്ചിന് കൊടുക്കാനുള്ളത്. ഇതൊരു സാധാരണ സ്ത്രീയുടെ അവസ്ഥയാണ്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ചിത്രം കിട്ടിയിരുന്നു. ഞാൻ അവരുടെ മുഖം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവരുടെ പേരും ബോധപൂർവ്വം പറയാത്തതാണ്. ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇവരുടെ ശാപമാണ് ഈ മൻസൂർ എന്ന മുതലാളിയുടെ പുറത്ത് ആ തട്ടിപ്പിലേക്ക് ആളെ ചേർത്ത ഓരോരുത്തരുടെയും പുറത്തുള്ളത്. അതും അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പറ്റിച്ചതിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. അത്ര ദയനീയമാണ് അവസ്ഥ. പക്ഷേ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ. അവർക്ക് പരസ്യം കിട്ടിയതുകൊണ്ട് ഈ തട്ടിപ്പ് പൊളിഞ്ഞിട്ടും അവരാരും ഒരക്ഷരം മിണ്ടുന്നില്ല. മറുനാടനെ പോലുള്ള മാധ്യമങ്ങൾക്കെതിരെ വ്യാജ പ്രചരണവും നടക്കുന്നു. അതുകൊണ്ട് ഈ തട്ടിപ്പുകാരൻ ഇപ്പോഴും നിക്ഷേപം സ്വീകരിക്കുന്നു. പണിക്കൂലിയില്ലാതെ സ്വർണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോഴും പണം നിക്ഷേപിക്കുന്ന പാവങ്ങളേറെയുണ്ട്. അവരുടെ കണ്ണീരിന് ഈ പരസ്യം കൊടുക്കുന്ന മാധ്യമങ്ങൾ ഉത്തരം പറയേണ്ടി വരുന്ന കാലമുണ്ടാവും. മൻസൂർ എന്ന തട്ടിപ്പുകാരൻ ഈ നിരപരാധികളായ മനുഷ്യരുടെ കണ്ണീരിനും താപത്തിനും മറുപടി പറഞ്ഞിട്ട് മാത്രമേ കടന്നു പോകൂ എന്ന് തീർച്ച.